അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ നല്ല നല്ല ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ആയിട്ട് ഇടാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഈ സത്യം പറഞ്ഞ ഈ വീഡിയോ എടുത്തത്. പക്ഷെ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വന്ന് ഇത് എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാനത് ഷോപ്പിംഗ് വ്ളോഗായിട്ട് അങ്ങ് ഇടുക. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2025 കഴിഞ്ഞ് 26 ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അടുത്ത വർഷമെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഒരു ജേണലൊക്കെ മേടിക്കണം, വിഷൻ ബോർഡ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനാണ് ഞാൻ പോയത്. അപ്പം നമ്മൾ രാവിലെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ റെഡിയായൊക്കെ വന്ന് നമ്മൾ എണീറ്റപ്പോഴൊക്കെ താമസിച്ച് പോയിട്ട് നമ്മൾ ഉച്ചയായപ്പോഴാണ് പോയത്. പിന്നെ നമ്മളോട് കുറച്ച് പേര് വന്നിട്ട് ചോദിച്ചു എന്താ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇടാൻ. അതിൻ്റെ ബാക്കി വീഡിയോസ് ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല, അതൊക്കെ ഞാൻ പിന്നെ ഇടാം. പിന്നെ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ എന്തുവാ എന്നൊക്കെ. നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, നമുക്കിനി ജോബിന് കയറണം. അതായത് നമ്മൾ എക്സ്പീരിയൻസിന് പോകാനായിട്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ആക്കിയപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ കുറേ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെരുപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതങ്ങ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്കൂടെ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കുന്നില്ല. നമ്മളിനി ഇവിടുന്ന് പോയി കഴിഞ്ഞ് വേറൊരിടത്ത് നിൽക്കുമ്പോഴത്തേക്കും ആഘോഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു സാധനവും മേടിച്ചില്ല. പിന്നെ ലൈറ്റ് മാത്രമാണ് ഞാൻ മേടിച്ചത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമേ ഞാനത് മേടിച്ചത്. പക്ഷെ അവിടുത്തെ സാധനങ്ങളൊക്കെ എന്ത് രസമായിരുന്നെന്നറിയോ. പക്ഷെ ഒന്നും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എൻ്റെ ഒരു ഷോപ്പിങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ലിസ്റ്റ് മേടിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ കഴിക്കാൻ കയറി നല്ല രസമില്ല ഇത് കാണാൻ. അങ്ങനെ അവിടെ കയറി. നമ്മൾ സാധാരണ എപ്പോഴും മന്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും അത് മാത്രം കഴിച്ചാൽ പോരല്ലോ. അങ്ങനെ നമ്മളൊരു ഹണി ചില്ലി അൽഫാമും മേടിച്ചു. പിന്നെ ഒരു സൂപ്പും പറഞ്ഞു. അത് കുടിച്ചപ്പോഴത്തേക്ക് നല്ല എരിവ്. പിന്നെ ഞാൻ കുടിച്ചില്ല, അതിന് കൊടുത്തു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. എന്തൊക്കെയാണ് മേടിച്ചത്, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്.